ഡേ 1 ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ 3:30 മണിയായി. നമ്മൾ ഗോയിങ് ഫോർ ലഞ്ച്. 3:30 മണിക്ക് ലഞ്ച് തിന്നാൻ പോയത്. അപ്പോൾ നെച്ചു പറ എന്താ ഇന്ന് നമ്മൾ എവിടെയാ കൊണ്ടുപോകുന്നു? എന്താ പ്ലാൻ? നെച്ചു ആണ് എന്താ പ്ലാനിങ് മാസ്റ്റർ. ഇന്ന് നമ്മൾ ദുബായ് ഗൈഡ് മന്തി കഴിക്കാൻ പോകും. പിന്നെ ദുബായ് മാളിലോ ചിലപ്പം ബുർജ് ഖലീഫ അതിൽ കാണാൻ പോകും. അപ്പൊ ഇന്ന് നമ്മള് തകർക്കോ? അടിച്ചു വിളിക്കണ്ടേ? ഈ ഖത്തറിന് ഡ്രൈവിംഗും ദുബായ് ഡ്രൈവിംഗും തമ്മിൽ വ്യത്യാസം എന്താണെന്നറിയാം? എന്താണ്? ഇവിടെ ഒരു 1.5 ട്രാഫിക്കാ. അവര് സുഖമില്ലാത്ത ട്രാഫിക്. അതന്നല്ലേ കാര്യമായിട്ട് പറയേണ്ടത്. ട്രാഫിക്കിനെ പറ്റിട്ട് ഇപ്പൊ ദുബായ് റോഡ് കാണിച്ചു കൊടുക്കുക, അപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മളെ ഖത്തറിൽ അല്ല ട്രാഫിക് ഉണ്ടാകുമ്പോ കാണിച്ചാൽ മതി. ഖത്തറിലെ ആൾക്കാരല്ല ദുബായിലെ ആൾക്കാർ കേട്ട് ദേഷ്യം വരണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് മന്തി കഴിക്കാം. പറഞ്ഞ പാട് നമ്മള് ട്രാഫിക്കില് പെട്ടു. അല്ല ഇത് ട്രാഫിക് അല്ല, ഇത് സിഗ്നലിലേക്കില്ല. ഈ സ്ഥലത്തിന്റെ പേരറിയാം? ഇതാക്ക് ഇതാണ് അൽ ഖിസീസ് 1. ഷാർജ ദുബായ് ബോർഡർ ആണ് ഇത്. ഞാനൊരു ഖത്തർ റെസിഡന്റ് ആണെങ്കിലും എനിക്ക് ദുബായിലെ എല്ലാ റോഡും പക്കയാണ്. ഗൂഗിൾ മാപ്പ്, താങ്ക്സ് ടു ഗൂഗിൾ മാപ്പ്. വേസ് ഉണ്ട്, ഗൂഗിൾ മാപ്പ് ഉണ്ട്. നമ്മളെ തൊട്ട് മുമ്പില് നമ്മളെ ഗൈഡ് ഉണ്ട്. നദിതാത്തയും റിയാസലിയും ഫ്രണ്ടില് പോകുന്നുണ്ട്. ഇതേ ക്ലോക്ക് ടവർ നമ്മള് ദോഹയിലുണ്ട്. ഇത്രയല്ല അല്ലേ? എയർപോർട്ട് റോഡില് VIP റൗണ്ട് അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവിടെ ക്ലോക്കില്ല. ഐസി ഉപ്പാനത്തല്ലല്ലോ ഉപ്പ ഡ്രൈവ് ഐസി കുട്ടന് ദേഷ്യം വന്ന്. പിന്നെ അങ്ങനല്ല, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ. അക്കോർഡിംഗ് ടു യു ഏതാണ്? ഫോർ മീ മൈ സെക്കൻഡ് ഹോം ഈസ് ദോഹ ഖത്തർ. അത് അന്നും എന്നും എപ്പോഴും അങ്ങനെ തന്നെ. ഇത് ജസ്റ്റ് സിസ്റ്ററെ കാണണം, പെങ്ങളെ കാണുന്നതിൽ ഒരു ആഗ്രഹം മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ ദുബായ് എക്സ്പ്ലോർ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് വന്നേന്നല്ലോ ഇവിടെ. ഞാൻ പക്ഷെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിട്ട് വന്നു. പിന്നെ ഇപ്പൊ എക്സ്പോ ഉണ്ട്, അതെന്തായാലും എനിക്ക് കാണുന്നുണ്ട്. എക്സ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വൺ ഓഫ് ദ വേൾഡ് വൈഡ് അട്രാക്ഷൻ ആണ്. ലോകത്തിന് എല്ലാ സ്ഥലത്തും ആൾക്കാർ വരുന്നതാണ്. അപ്പം അതെന്തായാലും ഒരു മസ്റ്റ് വാച്ച് എക്സിബിഷൻ ആണ്. Yes, as she said. നെച്ചുനല്ല, ഇത് റയ്യാൻ തന്നെ. കണ്ട നെച്ചു ഗസ് ചെയ്ത കറക്റ്റാ. അതാ ഇതാ റയ്യാൻ മന്തി. നെച്ചുന്റെ ഫേവറേറ്റ് നെച്ചു ഫേവറേറ്റ് മധുഫോൺ ഉണ്ട്, പിന്നെ ചിക്കൻ മധുബി ഉണ്ട്. പിന്നെ ഏതാണ് നെച്ചുന്റെ ഫേവറേറ്റ്? ആൾക്ക് ചിക്കൻ മധുബിയും ചിക്കൻ മധുഫോണും അത് രണ്ടാമത്തെ ഇഷ്ടപ്പെട്ടു. ആദ്യത്തെ മോസ്റ്റ് ആൾക്കാർ വാങ്ങുന്നത് മോസ്റ്റ് അതാണ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എന്താണ് അതാ മോസ്റ്റ് അല്ലേ. അഗൈൻ ഫുഡ് റിവ്യൂ ബൈ വാജിക്. മന്തി, റയ്യാൻ മന്തി നോക്കാം എങ്ങനെയുണ്ട്. ഇവിടുത്തെ മന്തി ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് പറയാം. ഫുഡ് വന്നിട്ട് കട്ട പോസ്റ്റാ ആടാ. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എല്ലാവരും. ഇവിടെ ഫുള്ളാണ്. 3:30-4 മണിയായിട്ടും ഇവിടെ എല്ലാം ഫുള്ളാണ്. അപ്പോൾ അങ്ങനെ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു മജ്ലിസ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ മജ്ലിസിൻ്റെ സെറ്റപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ടേബിളിലിരുന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഫസ്റ്റ് തന്നെ ഇവിടെ സൂപ്പും പിന്നെ നമ്മൾ എന്താ പറയുക ഉള്ളി പൊരിച്ചതും പിന്നെ ലെമണ് പിന്നെ ടൊമാറ്റോ ചട്നി അതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മന്തി ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല എന്ത് മന്തിയാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൽ
2 ഇതുണ്ട്, സ്പൈസിയും ഉണ്ട് നോൺ സ്പൈസിയും ഉണ്ട്. ഈ കാണിച്ചത് നോൺ സ്പൈസി ആണ്, അത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മന്തി സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചട്നിയും എല്ലാം, ഇതിൻ്റെ കൂടെ ഒരു ഡേറ്റ്സ് പിക്കിൾ കിട്ടും, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ഇവിടുത്തെ റയ്യാൻ റെസ്റ്റോറൻറ്റിലെ മന്തി സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഉള്ളവരാണെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ദുബായിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. ചാലഞ്ചാണ്, ആര് ഫസ്റ്റ് തീർക്കും. മന്തിയല്ല, ഫത്തൂഷ് സലാഡ്. എല്ലാരും ബിസിയാണ്. How is it? എങ്ങനെയുണ്ട് അളയ? എങ്ങനെയുണ്ട് അളയ? എങ്ങനെയുണ്ട്? അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്വീറ്റ്സ് ആയിട്ട് കുനാഫയും അതുപോലെ ലുക്കൈമാത്തും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ലൈം ടീം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കുനാഫേൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീം പോലത്തെ ഒരു ക്രീമാണ്. അപ്പം അതെനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല, പക്ഷേ ടേസ്റ്റി ആയിരുന്നു. പക്ഷെ നമ്മൾ ഇവിടുത്തെ ഖത്തറിലെ അല്ലക്കറി കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പം അത്ര ഇഷ്ടമാവില്ല. അപ്പം അങ്ങനത്തെ ഒരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ലുക്കൈമത്ത് അടിപൊളിയായിരുന്നു. ഭയങ്കര വായ തുറക്കല്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അല്ലക്കറിന തകർക്കോ? അല്ലക്കറിന തകർക്കോ? അപ്പോൾ ഹെവി ഫുഡ് അടി കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഫുഡ് കഴിച്ചിട്ട്? ഒന്നൊന്നര ഹെവി. അതില് മന്തി കഴിഞ്ഞിട്ട് സൂപ്പറായിരുന്നു, അടിപൊളി ഫുഡ്. എനിക്ക് ഇഷ്ടാവാത്തത് കുനാഫ മാത്രമാണ്. എന്നുവെച്ചാൽ നമ്മൾ അവിടുത്തെ അല്ലക്കറി കഴിച്ച ഒരു കുനാഫില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്. റൈസ് ആയാലും സലാഡ്സ്, ഫത്തൂഷ് സലാഡും എല്ലാം അടിപൊളി. എന്തായാലും റാഹത്തായി. യെസ്, ഒക്കെ കൊറേ കഴിച്ച്. ചോട്ടീസ് കഴിച്ചിട്ടാ? എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? ഏറ്റവും കൂടുതൽ കഴിച്ചത് ആരാന്ന് പറയട്ടാ? അല്ല അല്ല, അന്നെ പറയണ്ടേ? ഇതമായി പിന്നെ അല്ലേ? നമ്മിപ്പോ പോകുന്നത് എങ്ങോട്ടാ പറഞ്ഞു കൊടുക്കുന്നത്? നെക്സ്റ്റ് ദുബായ് മോൾ. എനിക്ക് സിം എടുക്കണം. ഇന്നലെ ഇറങ്ങിയ മുതൽ സിം കിട്ടിയിട്ടാ. എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി നിന്നേ. പക്ഷെ എയർപോർട്ട് ഒന്ന് പറയട്ടെ, എയർപോർട്ട് ബാബാനെ തോപ്പിച്ചൂടാ. ബാബാനെ ഫോളോ ചെയ്തിട്ട് പോന്ന്. ബാബാനെ തോപ്പിച്ചാ പിന്നെ നമുക്ക് വഴി തെറ്റും. അപ്പൊ ഇന്നലെ എയർപോർട്ടിൽ നിന്ന് സിം എടുക്കാൻ വേണ്ടി നോക്കിയപ്പോ എന്നാ റൂട്ട് പറഞ്ഞ. ഓക്കെ, ഇനി വേദ പറയട്ടെ. ഇന്നലെ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ ഞാൻ ഇത്തിസലാത്തിന്റെ കൗണ്ടറിൽ നിന്നാ സിം എടുക്കാൻ. ഏകദേശം ഒരു 10-15 ആൾക്കാരുണ്ട്. പിന്നെ നമ്മളെ വണ്ടിയും കൊണ്ട് വരുന്ന ആള് പുറത്ത് വെയിറ്റ് ചെയ്യുന്നോണ്ട് വേഗം സിം എടുക്കാണ്ട് ഓടി. അപ്പൊ ഇന്നലെ മുതൽ ഇന്ന് വരെ യൂസ് ചെയ്യുന്നത് ഖത്തറിലെ സിം തന്നെയാണ്. അപ്പം ബാഡ്ലി ഒരു ഇവിടുത്തെ ലോക്കൽ സിം വേണം, എന്നാലേ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇന്റർനെറ്റിനും. പക്ഷെ നല്ല സുഖമായിരുന്നു. മറ്റു 24 hours വാജിക്ക ഫോണിലുണ്ട്. ഇന്നലെ മുതൽ അത്ര അങ്ങ് ഫോണിൽ ആക്റ്റീവ് ആയിരുന്നില്ല. മുതലേ വീട്ടില് വൈഫൈ ഇല്ല. അപ്പൊ അങ്ങനെയല്ല, വെറും ഫോൺ വിളിയും അല്ല, ഫോൺ വിളിയാ ഫുൾ ടൈം. കംപ്ലൈന്റ് പറയുന്നവരുണ്ട്. റോഡ് കാണിക്കും. ദുബായ് മോളിലേക്കുള്ള ഷെയ്ഖ് സായിദ് റോഡിലേക്കാണ് ഇപ്പൊ കയറാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ ഹാർട്ട് ഓഫ് ദുബായിലേക്ക് മാറിയത്. നമ്മൾ സാലിക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് വന്നതാ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 1
ആലിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ RTA റോഡ് ടോളാണ്. ഞാൻ വിചാരിച്ചാരോ അല്ലല്ല, എനിക്കൊന്നും അതിലെ ഷെയ്സായത് റോഡിലെ പോയാലും ഇതിലെ പോയാലൊക്കെ ഏകദേശം ടൈമൊക്കെ ഈ ഒരു ടൈമിൽ സെയിം ആണ്. നല്ല ക്ലൈമറ്റ്, തണുപ്പുമില്ല ചൂടുമില്ല. അധികം തണുപ്പില്ല. ജാക്കറ്റ് ഒക്കെ എന്താ ചെയ്യണ്ടതാ കൊണ്ടുവന്നത് ജാക്കറ്റ് ഒക്കെ വേസ്റ്റ്, വെറുതെ കൊറേ ജാക്കറ്റ് 5-6 ജാക്കറ്റ് ആയിട്ട് എടുത്തിട്ട് വന്നത്. ഐസിക്കുട്ടാ. അപ്പം ഞാൻ ബുർജ് ഖലീഫ അല്ലെന്താണ് അതിനല്ല ബുർജ് ഖലീഫ. കണ്ടല്ലോ കൊറേ വീഡിയോയിലെല്ലാം കണ്ട സംഭവം. ദൂരെ ഇല്ലത്. ഫൈനലി ഞാൻ കണ്ടു, അങ്ങ് ദൂരത്തുനിന്ന് ഞാൻ കണ്ടു ബുർജ് ഖലീഫ. ദുബായ് മാളിന്റെ ജസ്റ്റ് അടുത്താണ്. അടുത്താ ദുബായ് മാളും ഇതിൽ ലൊക്കേറ്റ് ചെയ്ത് ഒരേ ഇതിലാണ്, സ്ഥലത്താണ്. ഇൻഷാ അല്ലാ നമുക്ക് പോകണം. ഇപ്പൊ ഇന്നത്തെ ദിവസം പോണ്ട, നെക്സ്റ്റ് ഡേ എന്തായാലും ഇൻഷാ അല്ലാ ഈ 9 days നമുക്ക് ഓൾമോസ്റ്റ് ദുബായ് 3 എമിറേറ്റ്സ് കവർ ഷാർജയിൽ പോവാ, ദുബായിൽ പോവാ, അബുദാബി പോവാ, ഫുജൈറയിൽ പോവാ. അവിടത്തേക്ക് നമ്മൾ ഇങ്ങനെ റൗണ്ട് ചെയ്തെത്തും. ഫ്രൈം അതാ ദുബായ് ഫ്രൈം. ദുബായ് ഫ്രൈമിൽ ഞാൻ ഇതുവരെ വന്നില്ല. ഇതിന്റെ ഉദ്ഘാടനം ഇനാഗ്രേഷൻ കഴിഞ്ഞ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ദുബായ് ഫ്രെയിം ഇതിലൊക്കെ കാരണം അതായത് ഇതാണ് റിയൽ ദുബായ്. കേട്ടറിഞ്ഞ ദുബായ് ഇതാണ്. ഇപ്പൊ കണ്ടറിയാം. ദുബായ് മാളിന്റെ ഫ്രണ്ട് ഇതാ, ദി ദുബായ് മാൾ. ദുബായ് മാൾ നീ എന്താണ് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട്? അപ്പോൾ ഇപ്പോൾ നമ്മൾ ദുബായ് മാളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഈ ഒരു മാളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളുള്ളത് ലക്ഷറീസ് ആയിട്ടുള്ള ബ്രാൻഡ്സാണ്. അപ്പോൾ നമ്മൾ ലോക്കൽ ബ്രാൻഡ്സ് ഒന്നും ഇവിടെ ഇല്ല, ഫുള്ള് ലക്ഷറീസ് ആണ്. പിന്നെ ഇതുണ്ടല്ലോ, ഈ ഒരു മാള് വേൾഡിലെ തന്നെ ബിഗ്ഗസ്റ്റ് മാളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല, എന്നോട് വാജിക്കൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു മാള് വേൾഡിലെ ബിഗ്ഗസ്റ്റ് മാളാണെന്നാണ് പറഞ്ഞത്.
പിന്നെ ഇവിടെ നമുക്ക് എന്താ പറയുക ഫുൾ ഫോറിനേഴ്സിനെ കാണാൻ പറ്റുക. ഈ ലക്ഷൂറിയസ് ബ്രാൻഡ്സ് ആയതുകൊണ്ട് തന്നെയായിരിക്കണം ഇവിടെ ഇത്രപാട് ഫോറിനേഴ്സ് ഉള്ളത്. അപ്പോൾ മാളിൻ്റെ ഉള്ളിൽ നടക്കുക എന്നുള്ളത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമൊന്നുമല്ല. പക്ഷെ ഇപ്പം നമ്മൾ പോകുന്നത് വാട്ടർ ഫൗണ്ടെയിൻ കാണാനും അതുപോലെ തന്നെ വാജിക്കാക്ക് സിം എടുക്കാനുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും കൂടിയിട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അല്ല പ്ലാൻ ഉണ്ടോ വാങ്ങാന്? വാലന്റൈൻസ് പ്ലാൻ ഉണ്ടോ? ഇത് മതിയോ? How much it cost? The house is 4,200. 4,200 dirhams. Yeah, dirhams. Okay, thank you. Welcome. 4,200 dirhams. അതല്ല ആ ചെയിനെല്ലാം വെച്ച് നീലവുണ്ട്. ആ ഫുൾ പോക്കറ്റ്. അവിടെ കണ്ടിട്ടില്ല? വാലന്റൈൻസ് ഡേ അല്ലേ? 6 വർഷം 4,000 ഉള്ളൂ. തമ്പലില്ലെന്നോ പറയല്. ഫ്ലവറിന്റെ ഐസിട്ട വെള്ള ഐസി കൊറേ പ്രാവശ്യം ചോദിക്കുന്നത്. ഇനി ഷാങ്ഷിയ എന്താണ് പരസ്യ കണ്ണട കൊടുത്തു ഇനി ഈ കണ്ണട ഷോപ്പിന്റെ പരസ്യം. അല്ല ഇതും കണ്ണടയായിട്ട് എന്ത് ബന്ധം പറയോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ ദുബായ് മാളിന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വാട്ടർ ഫൗണ്ടെയിൻ നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പം ഇവിടെ പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല ക്രൗഡുണ്ട്. ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അതിലേക്കാട്ടി കൂടുതൽ ക്രൗഡുണ്ട്. ഫസ്റ്റ് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തിനാണ് ഇവിടെ വന്നത് എന്നൊന്നും. ഈ ഒരു സ്ഥലമാണ് വാട്ടർ ഫൗണ്ടെയിൻ്റെ സ്ഥലം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. ഇവിടെ ക്രൗഡ് ഉണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആകെ ഷോക്കായി, എന്ത് ഇത്ര ഇവിടെ തിരക്ക്. അപ്പം അവിടെ 6:30ക്കാണ് ഫെസ്റ്റല്ല വാട്ടർ ഫൗണ്ടെയിൻ്റെ ഷോ. ഫെസ്റ്റാണോ എന്ന് എനിക്കറിയില്ല. അപ്പം വാട്ടർ ഫൗണ്ടെയിൻ്റെ ഷോ 6:30ക്കാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇത്രയും ക്രൗഡ്. അപ്പം ഈ ഒരു സൈഡിൽ മാത്രമല്ല, ഇതിന് ചുറ്റുമായിട്ടും നല്ല തിരക്കുണ്ട്. അപ്പം നമുക്കിപ്പോൾ പോകേണ്ടത് ഈ ഒരു ബുർജ് ഖലീഫേൻ്റെ ഫ്രണ്ടിലായിട്ടാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ ആണ് കറക്റ്റ് നമുക്ക് ഈ ഒരു വാട്ടർ ഫൗണ്ടെയിൻ ശരിക്കും കാണാൻ പറ്റും. പിന്നെ അവിടെ നമുക്ക് സ്ട്രോളറോ വീൽ ചെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേറെ തന്നെ പ്രിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പം അവരെ കുറച്ച് ഫ്രണ്ടിലോട്ടൊക്കെ കയറ്റി നിർത്തും. അതുപോലെ തന്നെ നമുക്ക് വയ്യാണ്ടുണ്ടെങ്കിൽ അതിനൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കതിന് സ്പേസ് ആക്കി തരുന്നുണ്ട്. അപ്പം ഹോസ്പിറ്റാലിറ്റിയൊക്കെ സൂപ്പറാണ് ഇവിടുത്തെ. ടോട്ടൽ UAEയിലെ ഹോസ്പിറ്റാലിറ്റി സൂപ്പറാണ്. അപ്പോൾ ഇപ്പോൾ വാട്ടർ ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇരുട്ടടിച്ച് വന്നിട്ടുണ്ട്. 6:28 ആയി. 6:30ക്കാണ് വാട്ടർ ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഇപ്പോൾ തന്നെ ചെറുതായിട്ട് ഇരുട്ടായപ്പോൾ എല്ലായിടത്തും ലൈറ്റൊക്കെ വന്നിട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇപ്പോൾ കൗണ്ട് ഡൗൺ ആണ്, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും.
Isaac, come. Let finish it. Thank you, please. You can pass on it, please. Going over now, pass on it, please. That's how you can pass way that side. Thank you, please. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാട്ടർ ഫൗണ്ടൈനൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് മാളിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഇപ്പം നമ്മൾ ചീസ് കേക്ക് ഫാക്ടറിൻ്റെ ഉള്ളിലൂടെ അക്വേറിയം കാണാൻ പോവാണ്. അപ്പോൾ ചീസ് കേക്ക് ഫാക്ടറിൻ്റെ ഉള്ളിലൂടെ ഇതിലേക്ക് ഷോർട്ട് കട്ടാണ്. അപ്പം നടന്ന് ഒരു വൈക്കായി കാലൊക്കെ എന്താ പറയുക മരവിച്ച് പോയി എന്ന് പറഞ്ഞ പോലെയായി. അപ്പോൾ ഇപ്പം നമ്മൾ അക്വേറിയത്തിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു അക്വേറിയം എന്ന് പറഞ്ഞിട്ടുള്ളത് വേൾഡിലെ തന്നെ ടോപ്പ് 10 ലിസ്റ്റിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു അക്വേറിയത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെയും നല്ല തിരക്കുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൂടി നമുക്ക് കയറാൻ പറ്റും. അതിന് ടിക്കറ്റോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം നമ്മളിപ്പം അതിനൊന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് ഇതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം പുറത്തുനിന്ന് തന്നെ ഏകദേശം ഇത് ഷാർക്കിനെയും എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. ഇസാക്കും ഐസിക്കൊക്കെ ഭയങ്കര ഷോക്കായിപ്പോയി ഇങ്ങനെ വലിയ അക്വേറിയയിൽ കണ്ടിട്ട്. അവർ ഏറ്റവും വലിയ അക്വേറിയം എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുള്ളത് എൻ്റെ വീട്ടിലെ അക്വേറിയമാണ്. അപ്പം ഇത് കണ്ടപ്പോൾ അവർ ഭയങ്കര ഷോക്കായി. അപ്പോൾ അങ്ങനെ അക്വേറിയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ നമ്മൾ ഒരു ക്യാൻഡി ഷോപ്പ് കണ്ടിട്ട് കയറിയതാണ്. അവിടെ ഇപ്പോൾ ലൈവായിട്ട് ക്യാൻഡീസ് ഉണ്ടാക്കുന്ന കണ്ടിട്ടാണ് നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പം വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടപ്പോൾ അവരും കുറച്ചും കൂടെ നല്ല വൃത്തിക്കൊക്കെ കാണിച്ചു തരുന്നുണ്ട്. നല്ല രസമുണ്ട് അതിൻ്റെ മേക്കിങ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ക്യാൻഡി ഷോപ്പും കൂടി ആയതുകൊണ്ട് കിഡ്സൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അവർ അടിച്ചു പൊളിച്ച് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ ദുബായ് മാളിലെ അൽബേക്കും കൂടി കഴിക്കാൻ പോവാണ്. അപ്പോൾ നടന്നിട്ട് നല്ല ടയേർഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡും കൂടി കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം അൽബേക്കിൻ്റെ അവിടുത്തെ തിരക്ക് കണ്ടപ്പോൾ തന്നെ ആകെ ഷോക്കായി. ഭയങ്കര തിരക്കാണ്. ഇന്നത്തെ 749 ആ 749 ആൾ ഇവർ സെർവ് ചെയ്ത് തോന്നുന്നു. ഇന്ന് ടോട്ടലാണോ അല്ല ഈ ടൈമാണോ എന്നറിയില്ല. എനിവേ മാക്സിമം നമ്പർ ബേക്കിലേക്കിൻ്റെ ക്യൂ ആണ്. ഫൈനലി കം സീറ്റ് കിട്ടിയിരുന്നോ? ഒന്നര മണിക്കൂറിന് മേലെ അൽബൈക്കിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം ക്യൂ അങ്ങനെ തന്നെ ഉണ്ട്. ഓൾമോസ്റ്റ് 925 ആൾക്കാരെ ഐഡിയ ഇല്ല. എന്തായാലും തിന്നിട്ട് നോക്കാം. എത്തിക്കെത്തി എന്താ ഇവിടെ നോക്കട്ടെ. നഗറ്റ്സ് ബർഗർ
കണ്ടോ ഒരു 50 രൂപ വെച്ചിട്ടുണ്ടാവില്ല അല്ലേ? 50 dirhams ആവറേജ്. എന്താ കടിച്ചോ ആ ഇതല്ലേ എങ്ങനെയുണ്ട് വെച്ചോ സൂപ്പറാ യമ്മി ഇതാക്കണ്ട പറ്റി എന്നാ ഇങ്ങോട്ട് കാണിക്കും. ഭയങ്കര ടിക്ടോക്കാണ്. ടിക്ടോക്ക് എടുക്കടാ. വാവ്. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അങ്ങനെ 5-6 മണിക്കൂർ ദുബായ് മാളില് മനുഷ്യനെ നടന്ന് നടന്ന് കാല് പോയി വെറുപ്പീരായി. ആകെ കണ്ടത് എന്താ? ആകെ മറ്റേ അക്വേറിയം പിന്നെന്തെന്ന് വാട്ടർ ഫൗണ്ടൈന് ദെൻ അൽബൈക്കിലെ ഹൈപ്പിലെ ചിക്കൻ നഗറ്റ്സും ഫിഷ് ഫിംഗറും അതൊക്കെ കഴിച്ച് ഫിഷ് ഫിംഗർ അല്ലേ. ഇന്നത്തെ ദിവസം ചെയ്തല്ല മന്തി റയ്യാൻ മന്തി. ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ് വാസ് യമ്മി. അപ്പം അങ്ങനെ ഇന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ് ഫുള്ള് ടയേർഡായി. തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള എത്തി. ഇതാ ഒരു യൂട്ടേണേ ഉള്ളൂ. ഒരു യൂട്ടേൺ എടുക്കുക, വീട്ടിലെത്തുക, കുളിക്കുക, ഉറങ്ങുക. രാത്രി വേണമെങ്കിൽ ഒരു ചായ കുടിക്കാൻ വേണ്ടിട്ട് ഒരു നൈറ്റ് ഡ്രൈവ് ചെയ്യാം. അതന്നെ നൈറ്റ് ഡ്രൈവ് ഒന്നും ഇല്ല കേട്ടോ. കുറച്ച് പ്രൈവസി വേണം എനിക്ക്. അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ്. അപ്പൊ ഡേ 1 ഇൻ ദുബായ്. ഔട്ട്രോ എടുത്തോ പിള്ളേരെ. കിഡ്സ് കം ഓൺ. ഹലോ ഇതാ ഔട്ട്രോ. ഇതൊക്കെ നമ്മളെ ടീംസ്. തുടങ്ങിക്കോ. റെഡി 1 2 3. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. Remember. Thank you for watching.